നമസ്കാരം, എവർക്കും eduwinന്റെ ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ എന്ന് നടക്കും? വിദ്യാർത്ഥികളുടെ യൂണിഫോം, ഓൺലൈൻ ക്ലാസ്, വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി കിറ്റ്, വിക്ടേഴ്സിന്റെ പുതിയ ടൈം ടേബിൾ എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദമായ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ എല്ലാ ദിവസവും നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കോവിഡ് സാഹചര്യത്തിൽ തന്റെ ഉത്തരവാദിത്വം വലുതാണെന്നും മുൻ സർക്കാർ ചെയ്തുവച്ച നല്ല കാര്യങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും കുട്ടികൾക്ക് റിവിഷൻ ക്ലാസ് ഓൺലൈനായി നൽകുന്ന കാര്യം ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും പാഠപുസ്തകങ്ങളുടെ വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ശ്രമിക്കുമെന്നും മന്ത്രി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളിൽ 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷാ സമർപ്പണത്തിന് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഈ മാസം 26 മുതൽ നൽകാവുന്നതാണ്. കോവിഡ് സാഹചര്യം പരിഗണിച്ച് മുൻ വർഷത്തേതുപോലെ ഇക്കുറിയും ഓൺലൈൻ പ്രവേശനമാണ്. സമ്പൂർണ്ണ പോർട്ടലിലൂടെ ഓൺലൈൻ പ്രവേശന നടപടികൾ നിങ്ങൾക്ക് പൂർത്തിയാക്കാവുന്നതാണ്. ഇതിന് പറ്റാത്തവർക്ക് ഫോണിൽ ബന്ധപ്പെട്ടും പ്രവേശനം നേടാവുന്നതാണ്. TCക്കുള്ള അപേക്ഷകളും ഓൺലൈനായി നൽകാവുന്നതാണ്. ഇതിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തെ സ്കൂൾ കുട്ടികൾക്ക് സൗജന്യ യൂണിഫോം നൽകാനുള്ള സർക്കാർ പദ്ധതി ഇത്തവണയും വിഭാവനം ചെയ്ത ലക്ഷ്യത്തിൽ എത്തില്ല. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന 25 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കേണ്ടതാണ്. എന്നാൽ ഈ അധ്യയന വർഷവും 10 ലക്ഷത്തോളം കുട്ടികൾക്ക് മാത്രമേ ഇതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. കൈത്തറി തുണിയുടെ ലഭ്യത കുറവാണ് പ്രധാന തടസ്സം. വിദ്യാർത്ഥികളെ ഓൺലൈൻ പഠനത്തിന് സഹായിക്കുന്ന സൗജന്യ സ്റ്റഡി കിറ്റുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. പുതിയൊരു ആശയമാണ് വന്നിട്ടുള്ളത്. കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ വളരെ ജാഗ്രതയും താല്പര്യപൂർവ്വം കാര്യങ്ങൾ ചെയ്യുന്ന സമീപനമാണുള്ളത്. സ്റ്റഡി കിറ്റ് ഉള്ള സൗജന്യമായിട്ട് കൊടുക്കണമെന്നുള്ള ഒരു പുതിയ ആശയമാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അത് പരിശോധിക്കാം. അപ്പോൾ ഒരു വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ, ആ വിദ്യാർത്ഥിയുടെ കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ, അതുപോലെ തന്നെ അധ്യാപകരുടെ ഒരു പ്രവർത്തന ശൈലി, എന്താണ് അധ്യാപകരുടെ പ്രവർത്തന ശൈലി മാറ്റം വരുത്തേണ്ടത്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ധാരണ എനിക്കുണ്ട്.